പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താളം തെറ്റിയ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. വിവിധ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 24 വിമാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ന് സർവീസ് നടത്തി. ഇതുകൂടാതെ എത്തിഹാദും എമിറേറ്റ് എയർലൈൻസും 9 സർവീസുകൾ നടത്തി. നാളെ ഇന്ത്യൻ വിമാന കമ്പനികൾ കൂടുതൽ സർവീസ് നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ നിരവധി എയർലൈൻസുകളാണ് യാത്ര റദ്ദാക്കിയിരുന്നത്. ഇപ്പോൾ പതിയെ ആ വിമാന സർവീസുകളെല്ലാം സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ നിയന്ത്രണമായി പുനരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ എമിറേറ്റ്, ഫ്ലൈദുബായ് എന്നീ വിമാന കമ്പനികൾ തെരഞ്ഞെടുത്ത സർവീസുകൾ നടത്തി തുടങ്ങി. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. വരാനിരിക്കുന്ന റമദാൻ ആഘോഷ ദിനങ്ങളടക്കം ഓരോ ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ യാത്രക്കാർ നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വിമാന കമ്പനികൾ സർവീസ് വ്യോമപാത അടച്ചുകൊണ്ട് സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നത്. അത് നിരവധി വിമാനത്താവളങ്ങൾ കുടുങ്ങിക്കിടന്നിരുന്നു. സർവീസ് ഭാഗ്യമായി തുടങ്ങിയെങ്കിലും വിമാന കമ്പനികളിൽ നിന്ന് നേരിട്ട് സ്ഥിരീകരണം ലഭിക്കാതെ യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് എത്തരുതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിലെ തിരക്ക് ഒഴിവാക്കാനും സുഗമമായ യാത്ര ഉറപ്പാക്കാനുമാണ് ഈ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് യാത്ര തുടങ്ങിയവർക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇത്തരക്കാർ എയർലൈനുകൾ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, മംഗലാപുരം സർവീസുകൾ നാളെ മുതൽ ആരംഭിക്കും. കൊച്ചി, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകൾ ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ കേരളത്തിലേക്ക് അടക്കം ഇന്ത്യയിലേക്കുള്ള 2000-ലേറെ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ശനിയാഴ്ച വ്യോമപാത അടച്ചതോടെ യുഎഇയിലും പുറത്തുമായി 10,000-കണക്കിന് യാത്രക്കാരായിരുന്നു കുടുങ്ങിക്കിടന്നത്. ഇപ്പോൾ സർവീസ് ഭാഗ്യമായി പുനരാരംഭിക്കുന്നതോടെ ഇതിനൊരു കുടുങ്ങിക്കിടന്ന യാത്രക്കാരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിമാന യാത്ര സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഷിൻസ്, അതോടൊപ്പം ഈ വ്യോമ പാതകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില സർവീസുകൾ തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്? സാധാരണ നിലയിൽ ഇത്തരം യുദ്ധസമാന സാഹചര്യം ഉള്ളപ്പോൾ അത്തരം വ്യോമപാതകൾ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ നിലവിലുള്ള ഈ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത് അവ ഒഴിവാക്കിക്കൊണ്ടുള്ളവ മാത്രമാണോ? തീർച്ചയായും രോഹിണി, ആശങ്ക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപകട സാധ്യതയുള്ള വ്യോമപാതകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് നിലവിൽ വിമാന സർവീസ് നടത്തുന്നത്. ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേലെയുള്ള യാത്ര ഒഴിവാക്കി വ്യോമപാത തെരഞ്ഞെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് വ്യോമപാതകൾ അപകട സാധ്യത കുറഞ്ഞ വ്യോമപാത തെരഞ്ഞെടുത്താണ് ഇപ്പോൾ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ വിമാന കമ്പനികൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ യാത്രക്കാരെ അവരുടെ യാത്രാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ വിമാന കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് തന്നെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അപകടരഹിതമായ വ്യോമപാതകളിൽ കൂടെ തന്നെയാണ് വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നത്. ശരി, ഷിൻ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. മുടങ്ങിക്കിടന്ന വിമാന സർവീസുകൾ പതിയെ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് വരുന്നത്. വിവിധ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 24 വിമാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്.